ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ 9 മന്ത് സ്കാനിങ് ആണ്, ലാസ്റ്റ് സ്കാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അറിയുണ്ടാവും നമ്മൾ എന്നാണ് ഡെലിവറി നടക്കുക എന്നൊക്കെ ഇന്ന് അറിയുണ്ടാകും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെ കാണിക്കണത് എന്നൊക്കെ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ വഹാബ് ഡോക്ടറാണ് കേട്ടോ. നമ്മുടെ ആദംസിനെ കൺസൾട്ട് ചെയ്തതും ഈ ഡോക്ടർ തന്നെയാണ്. സ്കാനിങ്ങിന് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം നമ്മളെല്ലാം വന്നിരിക്കേണ്ടി വരെ ഒരുപാട് ടൈം വന്നിരിക്കേണ്ടി വന്നില്ല കേട്ടോ. വേഗം നമ്മൾ സ്കാനിങ് കഴിഞ്ഞു. പക്ഷേ റിസൾട്ട് കിട്ടാൻ ഏകദേശം 2-2.5 മണിക്കൂർ പിടിക്കും. ആ ടൈം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് വരാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. സ്പെഷ്യൽ വ്ളോഗർ വരുന്നുണ്ട് വിചാരിക്കട്ടോ. പ്രാവശ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് പെരിന്തൽമണ്ണയിലെ എയർലൈനിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ഓരോ മാസം ഫുഡ് കഴിക്കാൻ വരുമ്പോഴും ഓരോ കടയിലാണ് ഞങ്ങൾ ട്രൈ ചെയ്യാറ്. പക്ഷേ എനിക്ക് എന്താണാവോ ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ അധികം എനിക്ക് ഫിഷ് കൊണ്ടുള്ള എല്ലാ ഐറ്റംസാണ് ഇഷ്ടം. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തത് ഫിഷ് കൊണ്ടാട്ടും ചെമ്മീൻ റോസ്റ്റും ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോഴായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത്, ഡോക്ടർ വന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. റിസൾട്ട് എല്ലാം ഡോക്ടർ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്, നമുക്ക് അഡ്മിറ്റ് ആവാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് ഇത്ര പെട്ടെന്നാവുന്ന ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഞാൻ കുറച്ചുകൂടിയും ഒരാഴ്ച കൂടിയും കിട്ടും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളോട് വെള്ളിയാഴ്ച രാവിലെ വന്ന് അഡ്മിറ്റ് ആവാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുമായിരുന്നു. കാരണം നമ്മളോട് ഡോക്ടർ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു ഇത് ലാസ്റ്റ് സ്കാനിങ് ആവും, എല്ലാം റെഡി ആക്കി വെച്ചോ എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. പെട്ടെന്ന് കേട്ട ഷോക്ക് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച് ഞങ്ങൾ കൂളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് സൈൻ ലാബ് കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളൊരു ഹയാത്തി ട്രൈ ചെയ്യണമെന്ന് കുറേ വിചാരിക്കണം. അങ്ങനെ അതും കഴിച്ച് നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നമ്മൾ ഓൾറെഡി ആദംസിനോട് വിളിച്ച് പറഞ്ഞിരുന്നു, കാരണം ഞങ്ങളെക്കാളും കൂടുതൽ അവരാണ് ബേബിനെ വെയിറ്റ് ചെയ്തിരുന്നത്. ഫ്രൈഡേ നമ്മുടെ ബേബി വരും, എല്ലാരും ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനാ. അതാ ഇന്നിമാവ് എന്ന് വരിക, എന്ന് വരിക നാളെ ഇന്നിമാവ് എന്ന് വരിക, നാളെ മറ്റന്ന് വരുമല്ലോ. നമുക്ക് കുട്ടിയെ കൊണ്ടാ പോണ്ടേ എന്താ കിട്ടിയ എന്താ പറയാ ചുട്ടികളി. ആ